ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. സത്വഗുണസമ്പന്നരായവരുടെ സ്വഭാവവും രജോ ഗുണസമ്പന്നരായവരുടെ സ്വഭാവവും വളരെ വ്യക്തമായി നമുക്ക് വിവരിച്ചു തന്നു. യാതൊരു ഫലവും ഇച്ഛിക്കാതെ സേവനനിരതരായി ശാന്തരായി കർമ്മമനുഷ്ഠിക്കുന്നത് സത്വഗുണമൂർത്തികളാണ്. പലതും ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനെ സേവിക്കുന്നതാണ് രജോ ഗുണം. എന്നാൽ തമോ ഗുണമുള്ളവർ ഇതിൻ്റെയും ഒരു പടി മുന്നിലാണ്. അവരുടെ സ്വഭാവം പറയുകയാണ്. ശത്രുസംഹാരവും മറ്റും ഓർത്തു സേവിപ്പു താമസർ, സത്വാദിമൂന്നും ജീവന്നു മാത്രമെന്നെ തൊടില്ലവാം. ഇനി തമോ ഗുണപ്രധാനികൾ എപ്രകാരമാണ്? ശത്രുസംഹാരം, ശത്രുക്കളെ സംഹരിക്കാൻ വേണ്ടി ദൈവത്തെ ഭജിക്കുന്നു. ദൈവത്തിന് ശത്രു എന്നോ മിത്രമെന്നോ ഇല്ല. എല്ലാം തൻ്റെ പ്രിയ സന്താനങ്ങൾ മാത്രമാണ്. ആ നിലയ്ക്ക് ഒന്നിനെ എപ്രകാരമാണ് ശത്രുവായി ഈശ്വരൻ കാണുന്നത്? ഒരാളോട് പ്രിയമോ മറ്റൊരാളോട് അപ്രിയമോ ഇല്ല. നാം ചെയ്യുന്ന നന്മ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. നാം ചെയ്യുന്ന തിന്മ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആകാശത്തിൽ ഇടിച്ചാൽ ആകാശത്തിനൊന്നും സംഭവിക്കുകയില്ല. അപ്രകാരം നാം ഇവിടെ എന്തു ചെയ്യുന്നുവോ അതൊക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് ദൈവത്തിന് അതുകൊണ്ട് സന്തോഷമോ സന്താപമോ ഇല്ല, സുഖമോ ദുഃഖമോ ഇല്ല. ദൈവത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയല്ല നാം ഇവിടെ പലതും ചെയ്യുന്നത്. ഇഷ്ടാനിഷ്ടങ്ങളോ സുഖദുഃഖങ്ങളോ വിജയപരാജയങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പരമചൈതന്യ വസ്തുവാണ് ഈശ്വരൻ എന്ന് പറയപ്പെടുന്നത്. നാം അതിനെ പ്രീതിപ്പെടാൻ നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ വാക്കുകൾ നമ്മളിലേക്ക് തിരിച്ചു വരും. എന്നാൽ നാം അതിനെ നിന്ദിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നിന്ദയായിരിക്കും നമ്മളിലേക്ക് വരുന്നത്. ഇതെല്ലാം ഈ പ്രകൃതി വസ്തുക്കൾക്ക് ജീവൻ്റെയും പ്രകൃതിയിൽപ്പെട്ടതാണ് ജീവനും. ഈ ദേഹാഭിമാനിയായിരിക്കുന്ന ഈശ്വരനാണ് ഈ ജീവൻ എന്ന് പറയപ്പെടുന്നത്. അത് ത്രിഗുണാത്മകമാണ്. ഇവയ്ക്കെല്ലാം ഈ ത്രിഗുണങ്ങളാൽ അടിമപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ 3 ഗുണങ്ങളും സ്പർശിക്കാത്ത പരമചൈതന്യമാണ് പരമേശ്വരൻ. ആ ഈശ്വരനെ നാം ഭജിച്ച് അല്ലെങ്കിൽ ആ ഈശ്വരനിൽ നാം എത്തിച്ചേരണമെങ്കിൽ ഈ തമോ ഗുണവും രജോ ഗുണവും പാടെ വർജിക്കണം. അത് വർജിക്കണമെങ്കിൽ സത്വഗുണം നാം വളർത്തിയിരിക്കണം. വളർന്നു വരുന്ന സത്വഗുണം കൊണ്ട് മാത്രമേ രജസിനെയും തമസിനെയും ക്ഷയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ രജസ് തമസ്സുകൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന സത്വഗുണമാണ്. ആ സത്വഗുണം നമ്മെ ദൈവത്തിലേക്ക് ഉയർത്തുന്നു. സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉടമകളായി നമ്മെ മാറ്റുന്നു. എന്നാൽ ഈശ്വരനാകട്ടെ ഈ 3 ഗുണങ്ങളും സ്പർശിക്കാത്ത ശക്തി വിശേഷമാണ്. ആ അവസ്ഥയിലേക്ക് നാം ഉയരുമ്പോൾ ത്രിഗുണങ്ങളുടെ ഒരു ബാധയും നമ്മെ ഏൽക്കുകയില്ല. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പദം. ശത്രുസംഹാരവും മറ്റും ഓർത്തു സേവിപ്പു താമസർ, സത്വാദിമൂന്നും ജീവന്നു മാത്രമെന്നെ തൊടില്ലവാ.